വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആവും നിങ്ങളെ എ ഫ്രാക്ഷൻ ഇൻ വേരിയസ് ഫോം. എ ഫ്രാക്ഷൻ ഇൻ വേരിയസ് ഫോം, ഒരു ഭിന്നം പല രൂപം. എന്താ നിങ്ങളെ 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് എ ഫ്രാക്ഷൻ ഇൻ വേരിയസ് ഫോം, അല്ലെങ്കിൽ ഒരു ഭിന്നം പല രൂപം. മലയാളം മീഡിയക്കാർക്കും ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലാവും നിങ്ങളെ പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് എഴുതിയാലും ഞാൻ രണ്ട് രീതിയിലും എഴുതുന്നുണ്ട് കേട്ടോ. അപ്പം നോക്കിക്കേ, എന്താ നമ്മുടെ പാഠത്തിൻ്റെ പേര് ഫ്രാക്ഷൻ എന്നാണ്. എന്താണ് ഫ്രാക്ഷൻ? പരീക്ഷയ്ക്ക് എന്താണ് ഫ്രാക്ഷൻ എന്നൊന്നും ചോദിക്കത്തില്ല, നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട ഒന്നുമില്ല, ഞാൻ അങ്ങ് എഴുതിയിട്ടെന്നേ ഉള്ളൂ. എ ഫ്രാക്ഷൻ ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദ പോർഷൻ അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ ഓൾ തിങ്സ്. എ ഫ്രാക്ഷൻ ഹാസ് ടു പാർട്ട്, നെയ്മഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. The number on the top is called numerator and the number of the bottom is called denominator. വല്ലോ മനസ്സിലായോ നിങ്ങളെ? ഈ ഫ്രാക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? നമ്മളാണ്ട് ഇപ്പോൾ 4/5 ഇങ്ങനെ എഴുതുന്നതിനാവും നിങ്ങളെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യ. എന്താവും നിങ്ങളെ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അത്രയൊക്കെയാണോ? മനസ്സിലാക്കി തന്നെ പോണേ നിങ്ങളെ. ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ ഭിന്നസംഖ്യയാണ് അല്ലേ. ഈ ഫ്രാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് പോർഷൻ അല്ലെ പാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതിങ്ങനെ കേട്ടോ. പോർഷൻ അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ ഓൾ തിങ്, ഒരു ഭിന്നസംഖ്യ അതിൻ്റെ മുഴുവൻ വസ്തുവിൻ്റെയും. എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ ഒരു ദോശയോ എന്തെങ്കിലും ഒരെണ്ണം എടുത്തെന്ന് വെച്ചോ, അതാ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മൊത്തം ഭാഗം എന്നാ കുഞ്ഞുങ്ങളെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിൻ്റെ മൊത്തം ഏതൊരു വസ്തുവിൻ്റെയും മുഴുവൻ ഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതിപ്പോൾ ഒരു ദോശയോ എന്തെങ്കിലും, ഇതിൻ്റെ ഈ മുഴുവൻ ഭാഗം ഉണ്ടല്ലോ, മുഴുവൻ ഭാഗത്തെ എന്തോ ആയിക്കോട്ടെ, ദോശയോ പിസയോ വട്ടത്തിലിരിക്കുന്ന ചപ്പാത്തിയോ പിന്നെ കേക്കോ കേട്ടോ, എന്തോ ആയിക്കോട്ടെ, ഒരു ഭിന്നസംഖ്യ അതിനെ മുഴുവൻ ഭാഗവും അല്ലേ, അതിനെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ ഭിന്നസംഖ്യ എന്ന് പറയുന്നത്. ഒരു ഭിന്നസംഖ്യ എന്ന് പറയുന്നതിനെ അല്ലെ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നതിന് ആരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്? കണ്ട നോക്കിക്കേ, വരയ്ക്ക് മുകളിൽ ഒരാളുണ്ട്, വരയ്ക്ക് താഴെ ഒരാളുണ്ട് അല്ലേ. എ ഫ്രാക്ഷൻ ഹാസ് ടു പാർട്ടിനെ കേട്ടോ. എ ഫ്രാക്ഷന് ഒരു ഭിന്നസംഖ്യക്ക് 2 ഭാഗങ്ങളുണ്ട് കേട്ടോടെ കുഞ്ഞുങ്ങളെ. ഫ്രാക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു ഫ്രാക്ഷന് 2 ഭാഗങ്ങളുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. 2 ഭാഗങ്ങൾ. ഒന്ന് എന്താണെന്നറിയോ? ന്യൂമറേറ്റർ. എന്താ കുഞ്ഞുങ്ങളെ? സ്പെല്ലിംഗ് അറിയണം. ന്യൂമറേറ്റർ എന്ന് വെച്ചാൽ അംശം. പിന്നോ ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ ഛേദം. ദ നമ്പർ ഓൺ ദ ടോപ്പ് ഈസ് കാൾഡ് ന്യൂമറേറ്റർ. മുകളിൽ വരുന്നതിനെ ന്യൂമറേറ്റർ എന്നും താഴെ വരുന്നതിനെ ഡിനോമിനേറ്റർ എന്നും പറയുന്നു. ഇത്രയൊക്കെയാണോ? ഇതിനകത്തിലൊന്നുമില്ല കുഞ്ഞുങ്ങളെ. താണ്ട ഫ്രാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് താണ്ട 1/2 അല്ലെ 5/10 അല്ലെങ്കിൽ 10/20 ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ മുകളിൽ തരുന്ന, വരയ്ക്ക് മുകളിൽ തരുന്നതിനെ, പേര് നല്ലതുപോലെ പഠിക്കണേ, വരയ്ക്ക് മുകളിൽ തരുന്നതിനെ ന്യൂമറേറ്റർ. സ്പെല്ലിങ് നല്ലപോലെ പഠിക്കണം, ചിലപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കാം. ന്യൂമറേറ്റർ അതായത് മലയാളത്തിൽ അംശം. വരയ്ക്ക് താഴെ കിടക്കുന്നത് ഡിനോമിനേറ്റർ. പറയാനറിയണേ കുഞ്ഞുങ്ങളെ, ഡിനോമിനേറ്റർ ഛേദം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 5/10 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിയണം കുഞ്ഞുങ്ങൾ. ഏതാ ഇത്? മുകളിൽ, വരയ്ക്ക് മുകളിൽ ന്യൂമറേറ്റർ. നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത്? പക്ഷേ ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. വരയ്ക്ക് മുകളിൽ ന്യൂമറേറ്ററും വരയ്ക്ക് താഴെ ഡിനോമിനേറ്ററും. ഇപ്പോൾ പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഓരോന്നും മനസ്സിലാക്കി പോണേ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് പിന്നാട്ടെന്നൊന്നും മാറ്റി വെക്കല്ലേ കേട്ടോ. നോക്കിയേ, ഇത് വരയ്ക്ക് മുകളിൽ ആരാ? 10 അവിടുത്തെ ന്യൂമറേറ്റർ. വരയ്ക്ക് താഴെ 20 അവിടുത്തെ ഡിനോമിനേറ്ററും. ചുരുക്കി ഞാനങ്ങ് എഴുതുക കേട്ടോ, നിങ്ങൾക്കറിയാമല്ലോ. എന്നെന്ന് വെച്ചാൽ ന്യൂമറേറ്റർ അംശം അല്ലേ, താഴെ ഛേദം. 200 അല്ലേ, 200 എന്ന് പറയുന്ന വരയ്ക്ക് മുകളിലാണ് ന്യൂമറേറ്ററാണ്, വരയ്ക്ക് താഴെ ഡിനോമിനേറ്ററാണ്. നോക്കിക്കേ എത്ര ഇത് ഞാൻ സംഖ്യകൾ ഡിഫറൻറ്റ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഏതോ സംഖ്യ ആയിക്കോട്ടെ നിങ്ങൾ, എത്ര വലിയ സംഖ്യയോ ചെറിയ സംഖ്യയോ, സംഖ്യകൾ അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല, അതിനാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്, ചെറുതിൽ നിന്നും വലുതിലോട്ട് കാണിച്ചത് അതുകൊണ്ടാണ് കേട്ടോ. എത്ര വലിയ സംഖ്യയാണെങ്കിലും വരയ്ക്ക് മുകളിലാണെങ്കിൽ അതിനെ ന്യൂമറേറ്റർ എന്നും വരയ്ക്ക് താഴെയാണെങ്കിൽ ഡിനോമിനേറ്റർ. ഇതറിയാവോ? ഇത്രയും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇത്രയും ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ?
ഓക്കെ ആണല്ലോ. ന്യൂമറേറ്റർ എന്നാൽ എന്ത്, ഡിനോമിനേറ്റർ എന്നാൽ എന്ത്? അതായത് അംശം. നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് അംശവും ഛേദവും അല്ലെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്നാൽ എന്തെന്നാ ഫസ്റ്റ് പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ എന്തുവാണെന്നറിയോ, ഞാൻ റഫായിട്ട് ഒന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങളുടെ ടെസ്റ്റ് ഇല്ല, അപ്പോൾ എന്തിനാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നതെന്നല്ലേ. പക്ഷെ നമ്മൾ ഫ്രാക്ഷൻ അല്ലേ പഠിക്കുന്നത്, അതുകൊണ്ട് ഫ്രാക്ഷനെ നമ്മൾ എത്രയൊക്കെ ഒത്തിരിയായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോക്കി കുറച്ച് നമ്മൾ ഫ്രാക്ഷൻ അല്ലേ പഠിക്കുന്നത്. ഈ ഫ്രാക്ഷൻ പല തരത്തിലുള്ള ഫ്രാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായോ? നമ്മൾ പറഞ്ഞായിരുന്നു വരയ്ക്ക് മുകളിൽ കിടക്കുന്നതിനെ ന്യൂമറേറ്ററും വരയ്ക്ക് താഴെ കിടക്കുന്നതിനെ ഡിനോമിനേറ്ററും അല്ലേ, അംശമെന്നും ഛേദമെന്നും നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞു. ഇനി ഇതിനെ പല തരത്തിൽ പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ. ഞാനൊന്ന് ഓടിച്ചിട്ട് പറയാം. ഒന്ന് പ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിരിക്കും. നിങ്ങളിതൊന്ന് റഫായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. എന്താ, ഇപ്പോൾ ഉദാഹരണം പറയാം നിങ്ങളിപ്പോൾ 4/5 നിങ്ങൾ നോക്കിക്കേ, ന്യൂമറേറ്റർ അവിടെ ചെറുതാണ്, ഡിനോമിനേറ്റർ വലുതാണ്. ഇപ്പോൾ പിടികിട്ടിയോ? ഇപ്പോൾ 10/100 കുറേ മനസ്സിലാവുന്നുണ്ടോ? മുകളിൽ ചെറുതും താഴെ വലുതും. ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണെങ്കിൽ അതിനെ എന്താ കുഞ്ഞുങ്ങളെ പറയുന്നത്? ഇത് നിങ്ങൾക്ക് ഇല്ല, പക്ഷേ ഫ്രാക്ഷനകത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം ആയതുകൊണ്ട് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇപ്പോൾ കേട്ടോ, ഇപ്പോൾ ഒരുവിധം മനസ്സിലായാലും ഇനി എഴുതേണ്ട കാര്യമില്ലല്ലോ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ കുഞ്ഞുങ്ങളെ, ഫ്രാക്ഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഫ്രാക്ഷൻ പല തരത്തിലുണ്ട്, പല ടൈപ്പിലേ ഉണ്ട് അല്ലേ. അതിലൊന്ന് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അംശം ചെറുതും ഛേദം വലുതും. ഓക്കെ, ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. അപ്പം ഇംപ്രോപ്പർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? നേരെ തിരിച്ച. എന്താ, ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇപ്പോൾ 8/2, 5/3, 100/10 നോക്കിക്കേ. മുകളിൽ തരുന്ന സംഖ്യ വലുതും താഴെ തരുന്ന സംഖ്യ ചെറുതും. ഇതാണ് എന്താ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. എളുപ്പം അങ്ങ് പറയാം കേട്ടോ. എന്താ, ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇത് മുകളിൽ ചെറുതും താഴെ വലുതും, ഇത് മുകളിൽ വലുതും താഴെ ചെറുതും. അങ്ങനെയെങ്കിൽ ലൈക്ക് ഫ്രാക്ഷൻ എന്തോന്നറിയോ, അതിൻ്റെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എപ്പോഴും ഒരുപോലെ ആയിരിക്കും. അത് നോക്കൂ നിങ്ങളെ, 3/10, 2/10, 8/10, 6/10, 5/10. മുകളിൽ എന്തോ ആയിക്കോട്ടെ, താഴെ നോക്കിക്കേ ഒരേപോലത്തെ എന്താ ഡിനോമിനേറ്റർ സെയിം ആണ്. മനസ്സിലായോ? ഇതിനെ നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നു. റഫായിട്ട് അറിഞ്ഞിരിക്കണേ. അപ്പോൾ അൺലൈക്ക് എന്തുമായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എന്താ, ഏതെങ്കിലും ഒക്കെ ഇപ്പം 4/8, 3/6, 5/4, 2/8 അല്ലേ അല്ലേ, ഇങ്ങനെ നോക്കിയേ. ഓക്കെ, ഏതെങ്കിലുമൊക്കെ ഇവിടെ 18 ഏതെങ്കിലും ആയിക്കോട്ടെ, ഡിഫറൻറ്റ് ഡിനോമിനേറ്ററാണ്. അതിനെ നമ്മൾ അൺലൈക്ക് ഫ്രാക്ഷൻ. അതായത് നമുക്ക് 2 പഠിക്കാമെങ്കിൽ 4 എഴുതാൻ പറ്റും. എന്താ കുഞ്ഞുങ്ങളെ, പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇംപ്രോപ്പർ. ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ സെയിം ആണ് കേട്ടോ. അൺലൈക്ക് എന്ന് വെച്ചാലോ ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ. എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? ഇനി അത് ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിറ്റ് ഫ്രാക്ഷൻ. എന്താണ് ഈ യൂണിറ്റ് ഫ്രാക്ഷൻ? ന്യൂമറേറ്റർ എപ്പോഴും 1 ആയിരിക്കും അതിൻ്റെ. എന്താ, ഇപ്പോൾ 1/10, 1/8, 1/100, 1/9, 1/6 എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാ ന്യൂമറേറ്റർ അല്ലെങ്കിൽ എന്താ കുഞ്ഞുങ്ങളെ, അംശം എന്ന് പറയുന്നത് എന്താ കുഞ്ഞുങ്ങളെ, 1 ആയിരിക്കും. അംശം എപ്പോഴും 1 ആണെങ്കിൽ അത് യൂണിറ്റ് ഫ്രാക്ഷനാണ്. ഇപ്പം പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ 6 ഫ്രാക്ഷൻ പ്രധാനമായിട്ട് 7 ഉണ്ട് ഇക്വലൻ്റ് ഫ്രാക്ഷൻ. അത് നമുക്കിപ്പോൾ പഠിക്കാനുള്ളതാണ്. ഇതിനകത്തിലെ 6 പ്രധാനപ്പെട്ട, ഇതിൽ കൂടുതലും ഉണ്ട് കേട്ടോ, നമുക്ക് പ്രധാനപ്പെട്ട നിങ്ങൾക്ക് വേണ്ടുന്ന ഒന്ന് റഫായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമോ നിങ്ങളെ. മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾ നമ്പർ എന്ന് വെച്ചാൽ എന്താ, 0 മുതൽ തുടങ്ങുന്ന നമ്പറുകളെല്ലാം ഓൾ നമ്പറാണ്. അതിൻ്റെ കൂടെ ഒരു ഫ്രാക്ഷനും കൂടി എന്ന് വെച്ചാൽ നോക്കൂ നിങ്ങൾ, ഇതൊരു ഓൾ നമ്പറാണ്. ഇപ്പോൾ 4/5 കണ്ടോ, നിങ്ങൾ നോക്കുമ്പോൾ അവിടെ 3 ഡിജിറ്റ് വന്നിട്ടുണ്ട് ഇല്ലേ കുഞ്ഞുങ്ങളെ. ഒരു ഹോൾ നമ്പർ, അത് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കൂടെ ഒരു ഫ്രാക്ഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, മിക്സഡ് ഫ്രാക്ഷനാണ് കേട്ടോ. മിശ്ര ഭിന്നം എന്നൊക്കെ പറയും. 4, 2/3/6 എന്ത്. അപ്പോൾ കണ്ട 3 സംഖ്യ 3 വരുന്നുണ്ട്. ഇത് മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഈക്വലൻ്റ് ഫ്രാക്ഷനാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയാം. നമുക്ക് ഈ പാഠത്തിൽ ഈക്വലൻ്റ് ഫ്രാക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ പാഠത്തിനകത്തിലെ അംശവും ഛേദവും എന്ന് പറയുന്നതാണ് നമുക്ക് ഫസ്റ്റ് ടെസ്റ്റിനകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ നിങ്ങളെ, നമുക്കൊരു എന്താ വൃത്തം. ഇനിയിപ്പോൾ വൃത്തം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട, ഇതെന്തിനാ ഇത്രയും വൃത്തം ഇട്ട് വെച്ചേന്ന് അങ്ങനെയൊന്നും പേടിക്കണ്ട. ഇപ്പം എന്താ മൊത്തം ഭാഗം എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയാണ്
കേട്ടോ. മൊത്തം എന്ന് ടോട്ടൽ മൊത്തം ഓൾ എന്ന് ഉദ്ദേശിക്കാൻ വേണ്ടി നോക്കിയേ. ഇതിനകത്തിൽ മൊത്തം എത്ര ഭാഗം ഉണ്ടെന്ന് ആദ്യം നോക്കണം. ഇതാ നിങ്ങളെ ഇതിനകത്തിൽ മൊത്തം എത്ര ഉണ്ട്? ഇവിടെ 1, ഇവിടെ 2 അല്ലേ. മൊത്തം എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത് താഴെ വേണം എഴുതാൻ. എത്രനാണോ നമ്മൾ കളർ കൊടുത്തത് അത് മുകളിലും കൊടുക്കുക. നിങ്ങൾ 1ലും 2ലും ഒക്കെ ക്രയോൺ വെച്ചിട്ട് ഇതല്ലേ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ് 5ാം ക്ലാസ്സിൽ. ഒന്നാമത്തെ തന്നെ വരകളും വട്ടങ്ങളും ഒക്കെ പറയുന്നത് ഓർമ്മയുണ്ടോ? എന്ന് പറയുന്ന പോലെ നോക്ക്, ഇത് ഒരു ഫുൾ ഒരെണ്ണമാണ് അല്ലേ. ഫുൾ ഒരു ചപ്പാത്തി ആയിക്കോട്ടെ. നോക്കി അതിൻ്റെ നേർപകുതി നമ്മൾ മുറിച്ചു. നേർപകുതി വെച്ചാണ് മുറിച്ചത്. അപ്പം നമ്മൾ അതിനെ എന്താ പറയുന്നത്? ഹാഫ് അല്ലെങ്കിൽ അര എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ അതല്ലേ കുഞ്ഞ് നടന്നത് അല്ലേ. നോക്കിയേ, ഒരു വട്ടത്തിനെ നേരെ നടുക്ക് വെച്ച് മുറിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2/1 അല്ലെങ്കിൽ അര അല്ലേ, അര ഭാഗം കിട്ടി. അപ്പോൾ അതെങ്ങനെ എഴുതുന്നത്? മൊത്തം എണ്ണം എത്രയാണെന്ന് വെച്ചാൽ അത് വരയ്ക്ക് താഴെ എഴുതണം. ഇതിപ്പോൾ ഒത്തിരി ആകുമ്പോൾ ഡൗട്ട് അടിക്കാൻ വേണ്ടി എളുപ്പവഴി പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ, മൊത്തം എത്ര ഉണ്ടോ അത് വരയ്ക്ക് താഴെ. എത്രനാണോ കളർ കൊടുത്തത്, കളർ കൊടുക്കണമെന്നൊന്നുമില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ, വരച്ച് എന്തെങ്കിലും ആയിരിക്കും, അത് നമ്മൾ അതിൻ്റെ മുകളിൽ കൊടുക്കുക. അത് അംശമായിട്ടും താഴെ ഛേദമായിട്ടും കൊടുക്കുക. ഇവിടെ നോക്കിക്കേ, മൊത്തം എത്ര ഉണ്ട്? 1, 2, 3, 4. ആ 4 നമ്മൾ താഴെ കൊടുക്കുക. എത്രനാണ് ഇവിടെ കളർ ചെയ്ത് വെച്ചേക്കുന്നത്? 1. അപ്പം ഇത് 4ൽ 1 ഇപ്പം പിടികിട്ടുന്നുണ്ടോ നിങ്ങളെ? ഇപ്പം മനസ്സിലായോ? 4ൽ 1. അതുപോലെ ഇത് നോക്കിക്കേ, 1, 2, 3, മൊത്തം 3 അല്ലേ. മൊത്തം 3 അതിൽ എത്രനാണ് നമ്മൾ ഷെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്നത്? ഒരു ഭാഗത്തിന്. അപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടെ നോക്കിക്കേ, മൊത്തം എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. ഇവിടെ മൊത്തം 8 ഉണ്ട്. എത്രനാ ഷെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്നത്? 4 ഭാഗത്തിന്. മനസ്സിലായോ നിങ്ങളെ? ഇവിടെ മൊത്തം എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6. ഇവിടെ 6 ഭാഗമാണ്. 3 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഇനി നിങ്ങളൊക്കെ ഈ വട്ടത്തിൽ മാത്രമല്ല കുഞ്ഞുങ്ങളെ, ഇപ്പം ഞാൻ പറയുക വേണ്ടേ, നിങ്ങളുടെ ടെസ്റ്റിൽ വട്ടം മാത്രമല്ല എന്താ നീളത്തിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നീളത്തിൽ, നിങ്ങൾ ചോദിക്കും എൻ്റെ ടെസ്റ്റിൽ നീളത്തിലല്ലേ ടീച്ചർ അതുകൊണ്ട് വട്ടത്തിലാണല്ലോ പറഞ്ഞതെന്ന് പേടിക്കണ്ട കേട്ടോ. ഇപ്പം ഇതിനെ നമ്മൾ 2ൽ ഇത് 2 എണ്ണത്തിൽ ഇത് ഒരു ഭാഗമാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ കുഞ്ഞുങ്ങളെ. ഈ 2 എണ്ണത്തിൽ അതായത് നമുക്ക് വേണേൽ ഇവിടെ കൊടുക്കാം ഇത് 1/2. ഇവിടെ ഇത് 1/2 ആണ്, ഇതും 1/2 ആണ് അല്ലേ. ആണല്ലോ കുഞ്ഞുങ്ങളെ. 2ൽ ഒരു ഭാഗമാണിതും, ഇതും 2ൽ ഒരു ഭാഗമാണ്. 2 എണ്ണത്തിൽ ഒരു ഭാഗമാണ്, 2 എണ്ണത്തിൽ ഒരു ഭാഗമാണ്. 2 എണ്ണത്തിൽ ഒരു ഭാഗം, 2 എണ്ണത്തിൽ ഒരു ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 4 എണ്ണത്തിൽ, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 4 എണ്ണത്തിൽ ഒരു ഭാഗമാണ്. ഇതും 4 എണ്ണത്തിൽ ഒരു ഭാഗമാണ്. ഇത് 4 എണ്ണത്തിൽ ഒരു ഭാഗമാണ്. 1/4. മനസ്സിലായോ? എങ്ങനെയാണെങ്കിൽ ഇത് 3 എണ്ണത്തിൽ ഒരു ഭാഗമാണിത്. 3 എണ്ണത്തിൽ ഒരു ഭാഗമാണ്. 3 എണ്ണത്തിൽ ഒരു ഭാഗമാണ്. അപ്പോൾ പിടികിട്ടിയോ? ഇതൊക്കെ അങ്ങനെ എഴുതാവുന്നതാ അല്ലേ. ഇതെത്ര എണ്ണം? മൊത്തം 8 എണ്ണമാണ്. ആ 8ൽ ഒരു ഭാഗമാണിത്. 8ൽ ഒരു ഭാഗമാണ്. ആണല്ലോ നിങ്ങളെ. 8ൽ ഒരു ഭാഗമാണ്. 8ൽ ഒരു ഭാഗമാണ്. അങ്ങനെ ഇങ്ങനെ എഴുതാവുന്നു. മനസ്സിലായോ? അപ്പം 8ൽ ഇത് എത്ര ഭാഗത്തിനാണ് നമ്മൾ ഷെയ്ഡ് കൊടുത്തേക്കുന്നത്? 8ൽ 4 ഭാഗത്തിനാണ് ഇവിടെ നമ്മൾ ഷെയ്ഡ് കൊടുത്തേക്കുന്നത്. ഇവിടെ അങ്ങനെ എഴുതരുതോ? മൊത്തം എത്ര ഉണ്ട്? 6 ഭാഗം അല്ലേ. അപ്പോൾ 1/6. 6ൽ ഒരു ഭാഗമാണിത്. 6ൽ ഒരു ഭാഗമാണിത്. 6ൽ ഒരു ഭാഗമാണ്. ഇങ്ങനെ എഴുതി കൂടായോന്നാ നമ്മുടെ ടെസ്റ്റിൽ ചോദിച്ചത്. അറിയാമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെല്ലാം കൂടെ പുകഞ്ഞു പോയോ? അതിപ്പം നമ്മൾ ചോദിക്കുക വട്ടത്തിൽ മാത്രമല്ല. നമ്മൾ നോക്കിയേ, നമുക്കിപ്പോൾ നോക്കിയാൽ 1, 2, 3, 5 അല്ലേ. 5ൽ ഞാൻ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുക കണ്ടോ. അപ്പോൾ ഇത് മൊത്തം എത്ര? 1, 2, 3, 4, 5. 5ൽ ഒരു ഭാഗത്തിന് ഞാൻ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി അതല്ല, ഇതും എന്തുവാ? 5ൽ ഒരു ഭാഗം തന്നെയല്ലേ. ഇതും എന്താണ്? 5ൽ ഒരു ഭാഗം തന്നെയല്ലേ. ഇതും 5ൽ 1, ഇതും 5ൽ 1. ഇതെല്ലാം കൂടെ ചേർന്നപ്പോഴല്ലേ ഫുള്ളായത്. ആണല്ലോ കുഞ്ഞുങ്ങളെ. ഇതെല്ലാം കൂടി ചേർന്നപ്പോഴാണ് എന്തായത്? ഇതൊരു ഫുള്ളായത്. അതാണ് പറഞ്ഞത്, ഈ വട്ടം തന്നെ വേണമെന്നില്ല, നീളത്തിലായാലും മതി. ടെസ്റ്റിൽ നീളത്തിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മുടെ ഓരോ പേജിലും അങ്ങനെ അതിനെക്കുറിച്ച് ഇതുപോലെ ഓരോ പേജിലും വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചെയ്യാം.
അപ്പോൾ അടുത്ത നോക്കിയ കുഞ്ഞുങ്ങളെ, ഞാൻ നേരത്തെ വരച്ചിട്ടതാണ്. എളുപ്പം പഠിപ്പിക്കാൻ എളുപ്പത്തിന് വേണ്ടി വരച്ചിട്ട് കാണിച്ചിരിക്കുകയാണ്. ഈ വൃത്തമായതുകൊണ്ട് എളുപ്പം നമുക്ക് ഇട്ട് വരയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ വൃത്തം തന്നെ വേണമെന്നില്ല, നിങ്ങളെന്താ നീളത്തിൽ റെക്റ്റാങ്കിൾ വരച്ചാലും ഒക്കെ മതി കേട്ടോ. റെക്റ്റാങ്കിൾ അല്ല, ചതുരം വരച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം, ചതുരം. അതുപോലെ നമുക്ക് ഇത് കുറച്ചുകൂടി എളുപ്പം ഇതായതുകൊണ്ടാണ്. നോക്കാം, ഒരു വൃത്തം അല്ലേ, ഒരു വൃത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ഒന്നാമത്തെ ചാപ്റ്റർ ആംഗിൾസിൽ പഠിച്ചിട്ടല്ലേ നമ്മൾ ഇത് പഠിക്കുന്നത് അല്ലേ? ആംഗിൾസിനകത്ത് പഠിച്ചതല്ലേ കുഞ്ഞുങ്ങളെ? വൃത്തത്തിൽ എന്താ 360 അവിടുത്തെ മെഷർ. ഓർമ്മയുണ്ടല്ലോ, ഒരു വൃത്തത്തിന് അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ മെഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 360. അപ്പോൾ അതിവിടെ ആവശ്യമില്ല, ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു പാഠം പഠിച്ചിട്ട് അടുത്ത പാഠം പഠിക്കുമ്പോൾ മറന്നു പോകല്ലേ. ഇവിടെ നോക്കിയോ നിങ്ങളെ, ഒരു വൃത്തം അല്ലെങ്കിൽ ഒരു വട്ടം എന്തോ ആയിക്കോട്ടെ, അതിനെ നേരെ നടുക്ക് വെച്ച് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു മുറിച്ചപ്പോൾ ഇത് മൊത്തം എത്ര ഉണ്ട്? 2 നമ്മൾ മുറിച്ചു അല്ലേ? 2 ഒരു ഭാഗമാണ് ഇത്, 2 ഒരു ഭാഗമാണ് ഇത്. ഈ 1ഉം 2ഉം വന്ന എങ്ങനെ? 2 ഒരു ഭാഗമാണ് ഇത്, ഈ 2 ഒരു ഭാഗമാണ് ഇത്. ആണോ കുഞ്ഞുങ്ങളെ? ഇനി അതേ വൃത്തം തന്നെ നോക്കി, അതേ വൃത്തം തന്നെ ഞാൻ 4 ഭാഗിച്ചു അല്ലെ, മുറിച്ചു. ഒരു വൃത്തത്തെ 2 മുറിച്ചു. അതേ വൃത്തത്തിനെ തന്നെ ഞാൻ 4 മുറിച്ചപ്പോൾ എന്താ? 4 പാർട്ടായി. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഇത് 4 ഒരു ഭാഗമാണ്, ഇതും 4 ഒരു ഭാഗമാണ്, ഇതും 4 ഒരു ഭാഗമാണ്, ഇതും 4 ഒരു ഭാഗമാണ്. അപ്പം മനസ്സിലായോ? അതേ വൃത്തം തന്നെയാണ് ഞാൻ 4 മുറിച്ചത്. ഫസ്റ്റ് 2 മുറിച്ചു, പിന്നെ 4 മുറിച്ചു, പിന്നെ ഞാൻ അതിനെ 6 മുറിച്ചു. നോക്കൂ നിങ്ങളെ, 1 2 3 4 5 6 മുറിച്ചു. ഇതൊരു ടെസ്റ്റിൽ ഇതിനെ ഒരുപാട് നീട്ടിയാവും നിങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി ഞാനങ്ങ് പറയുക കേട്ടോ, കാരണം അത്രയും വായിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് എന്തൊക്കെയാണെന്ന് പിടികിട്ടിയില്ലെങ്കിലോ എന്ന് ഞാൻ കരുതി ഞാൻ അതിനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മൾ ഒരു വൃത്തത്തിനെ 2 ഭാഗിച്ചപ്പോൾ അതിനെ 1/2 1/2 എന്ന് നമുക്ക് എഴുതാം അല്ലേ? 2 എന്ന് എഴുതാം. അതേ വൃത്തത്തിനെ തന്നെ ഞാൻ തുല്യമായിട്ട് 4 ഞാൻ അങ്ങ് ഭാഗിച്ചാൽ അതിനെ 1/4 1/4 1/4 1/4 എന്ന് എഴുതാം. ഇനി അതേ വൃത്തത്തെ തന്നെ ഞാൻ തുല്യമായിട്ട് 6 ഭാഗിച്ചാൽ എന്താ? 6 ഭാഗം 6 ഭാഗം 6 ഭാഗം. അങ്ങനെ നമുക്ക് എത്ര വട്ടം എഴുതാം? 6 വട്ടം എഴുതാം അല്ലേ? അങ്ങനെ എഴുതിക്കൂടായോ? മനസ്സിലാവുന്നുണ്ടോ? എന്ന് വെച്ചാൽ എത്രയായിട്ടാണോ മുറിച്ചത് അതിനെ നമ്മൾ താഴെ എഴുതുക. താഴെ മീൻസ് ഡിനോമിനേറ്റർ എഴുതുക ഇല്ലേ? അതിലെത്ര ഭാഗമാണോ അത് ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശമായിട്ടും എഴുതുക. മനസ്സിലാക്കി പോണേ നിങ്ങൾ കേട്ടോ. ഇനി നോക്കിക്കേ, ഇവിടെ മൊത്തം എത്ര ഉണ്ടോ നോക്കിയേ? 1 2 3 4 5 6 7 8 കേട്ടോ. 8 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എഴുതും. 8 എന്നുള്ളതിനെ താഴെ എഴുതുക. അതിൽ ഒരു ഭാഗം, 8ൽ ഒരു ഭാഗം, 8ൽ ഒരു ഭാഗം, 8ൽ ഒരു ഭാഗം, ഇവിടെ 8ൽ ഒരു ഭാഗം. അങ്ങനെ 8 വട്ടം നമ്മൾ എഴുതണം. 8 വട്ടം എഴുതിയെങ്കിലേ പറ്റത്തുള്ളൂ. 8ൽ ഒരു ഭാഗം. അപ്പോൾ പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അപ്പോൾ ഇത് നോക്കിക്കേ, മൊത്തം എത്ര ഉണ്ടെന്ന് നോക്കിക്കേ. ഞാനിവിടെ 10 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 10 ഭാഗമുണ്ട്. എന്നെ അറിയാം, 1 2 3 4 5 6 7 8 9 10 ഭാഗമുണ്ട്. അപ്പം നമ്മൾ താഴെ എന്താ നിങ്ങൾ എഴുതുന്നത്? ഡിനോമിനേറ്റർ 10 ആണ്. 10ൽ ഒരു ഭാഗം, 10ൽ 2 ഭാഗം, 10ൽ 3, 10ൽ 4, 10ൽ 5, 10ൽ 6, 10ൽ 7, 10ൽ 8, 10ൽ 9, 10ൽ 10. ഫസ്റ്റ് അങ്ങനെയല്ല കുഞ്ഞുങ്ങളെ, 10ൽ ഒരു ഭാഗമല്ലേ, ഞാൻ അതിൻ്റെ കൂടെ എഴുതി അങ്ങ് പോയി. ഇതും 10ൽ ഒരു ഭാഗം, ഇത് 10ൽ ഒരു ഭാഗം, ഇതും 10ൽ ഒരു ഭാഗം. 10ൽ 1, 10ൽ 1, 1 1 1, 10ൽ 1, ഇതും 10ൽ 1 അല്ലേ? അതായത് ഇതെല്ലാം 10 എണ്ണത്തിൽ ഓരോ ഭാഗങ്ങളാണ്. ഇത് നോക്കിക്കേ, ഇത് 10ൽ ഒരു ഭാഗമാണ് കുഞ്ഞുങ്ങളെ, 1. ഇതും അതുപോലെ നമ്മൾ ഈ കേക്കൊക്കെ മുറിച്ചെടുക്കത്തില്ലേ, കേക്ക് ഒക്കെ മുറിച്ചെടുക്കത്തില്ലേ, അപ്പോൾ 10ൽ ഒരു ഭാഗമാണിത്. അങ്ങനെ കേട്ടോ. വല്ല മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരു വൃത്തം, ഒരേ വൃത്തം തന്നെ, അതായത് ഒരെണ്ണം തന്നെ പല രീതിയിലാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ആണല്ലോ കുഞ്ഞുങ്ങളെ. ഫസ്റ്റ് നോക്കിയേ, നമ്മൾ 1/2 എന്ന് കിട്ടി അല്ലേ? നമ്മളതിനെ തുല്യമായിട്ട് 2 മുറിച്ചപ്പോൾ നമുക്ക് എന്താ? 1/2 എന്ന് കിട്ടി. ഇനി അതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? 4 മുറിച്ചപ്പോൾ നമുക്ക് എന്താ? 1/4 എന്ന് കിട്ടി ഇല്ലേ? കിട്ടിയില്ലോ? ഇനി അതിനെ തന്നെ നമ്മൾ എന്താണ് അടുത്തത്? എത്ര? 6 അല്ലേ? 6 മുറിച്ചപ്പോൾ നമുക്ക് 1/6 എന്ന് കിട്ടി ഇല്ലയോ കുഞ്ഞുങ്ങളെ? ഇനി അടുത്തതിനെ
എന്താ 8 1/8 എന്ന് കിട്ടി. അല്ല ഓരോ ഭാഗം എത്ര ആണെന്നാ, ഓരോ ഭാഗം 1/, എന്താ അടുത്ത 10, അങ്ങനെ നമ്മൾ ഇതിനെ മുറിച്ച് പോകും ഇല്ലേ. അതായത് കുറച്ചുകൂടെ എളുപ്പം ഇത് ഞാൻ പറഞ്ഞതിൽ ചെറിയ ഇതെല്ലാം ഓരോ ഭാഗങ്ങളാണ്, നമുക്ക് കിട്ടിയ ഓരോ ഭാഗങ്ങളാണ് അല്ലേ കുഞ്ഞുങ്ങളെ. അപ്പം നോക്കിയേ, ഈ 1/2 എന്ന് പറയുന്നതേ ഈ 1/2-വിനെ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും അതിനെ രണ്ടായിട്ട് മുറിച്ചപ്പോൾ 1/2-വിനെ ഈ 1/2-വിനെ വീണ്ടും രണ്ടായിട്ട് മുറിച്ചപ്പോൾ എന്താ 1/4 വന്നില്ലേ. അപ്പോൾ അവിടെ 2/4 ആണ് വരുന്നത് കേട്ടോ. മനസ്സിലാക്കണേ, ഞാൻ ആ പറഞ്ഞത് ഓരോ ഭാഗങ്ങളായിട്ടാണ് എടുത്തത് ആദ്യം. ഇനി എന്താണ്, നമ്മൾ ആ 1/2-വിനെ വീണ്ടും ഒന്നുകൂടി എന്താ മുറിച്ചപ്പോൾ, ഹാഫിനെ ഒന്നുകൂടി മുറിച്ചപ്പോൾ, അതായത് 4 വരുമ്പോൾ അത് എത്ര ആവുമെന്ന്, 4 2 ഭാഗം. ഇനി 8-ലായപ്പോഴോ ഹാഫ്, 8-ലല്ല 6-ലായപ്പം എത്ര വന്നു, 1 2 3, 3-ൽ കണ്ടോ 3/6 വന്നത്. ഇനി ആ ഹാഫ് എന്ന് വെച്ചാൽ എന്താ, പകുതി. ഓക്കെ, പകുതി വന്നപ്പം 1 2 3 4, 4/8 വന്നത്. ഇനി അടുത്ത എന്താ 1 2 3 4 5, എന്താ 5/10 വന്നത്. അങ്ങനെ പോവും. ഇത് കുറച്ചുകൂടി എളുപ്പ വഴി നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ എൻ്റെ കുഞ്ഞുങ്ങളെ. ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തത്തിനെ നമ്മൾ തുല്യമായിട്ട് രണ്ടായിട്ട് അങ്ങ് മുറിച്ചു. ഇതങ്ങ് ഓർത്ത് വെച്ചാൽ തുല്യമായിട്ട് രണ്ടായിട്ട് മുറിച്ചപ്പോൾ നമുക്ക് ഒന്ന് ഹാഫും 1/2 എന്ന് കിട്ടി. ഇനി ആ 1/2-വിനെ നമ്മൾ വീണ്ടും എന്താ ഒന്നുകൂടി മുറിച്ചപ്പോൾ നോക്കിക്കേ, നമുക്ക് 4, ആ വൃത്തത്തിൻ്റെ 4-ൽ 1 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എന്താ 2/4 ആണ് കിട്ടിയത്. ഇനി ആ പകുതി എന്നുള്ളതിനെ നമുക്ക് ഇവിടുന്ന് ഇത്ര ഇങ്ങനെ പകുതിയായിട്ട് എടുക്കാം ഇല്ലേ, ഇങ്ങനെ പകുതിയായിട്ട് എടുക്കാം. പകുതി കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പകുതി. അപ്പോൾ അവിടെ എത്ര എണ്ണം വരുന്നു, 1 2 3, അപ്പോൾ എന്താ 3/6. മനസ്സിലായോ. അടുത്ത നോക്കിക്കേ, ഇതിൻ്റെ പകുതി വന്നപ്പോൾ അതെത്ര വന്നത് നോക്കിക്കേ, എത്ര 1 2 3 4, 4/8. ഇനി ഇവിടെ നോക്കിക്കേ, ഏത് ഇതിലും പകുതി എടുക്കാം കേട്ടോ, ഇങ്ങനെ തന്നെ വേണമെന്നില്ല. ഇങ്ങനെ എടുത്താലും ഇതെടുത്താലും പകുതിയല്ലേ, പകുതി കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതെന്താ 1 2 3 4 5, 5/10. ഇതിൽ കുറച്ചുകൂടെ എളുപ്പ വഴി പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഈ ടേബിൾ അറിയാവുന്നവർക്ക് 2 4 6 8 10, അപ്പോൾ അടുത്ത് എന്തോ ആയിരിക്കും കുഞ്ഞുങ്ങളെ, 12 അല്ലേ. അത് കഴിഞ്ഞിട്ട് 14, അത് കഴിഞ്ഞിട്ട് 16, 1 2 3 4 5, ഇവിടെ എന്താ 6, ഇവിടെ എന്താ 7, ഇവിടെ എന്താ 8, ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇങ്ങനെ, ഇത് നിങ്ങൾക്ക് അറിയത്തില്ലോ കുഞ്ഞുങ്ങളെ. ഒരെണ്ണത്തിനെ രണ്ടായിട്ട് മുറിച്ചു, അപ്പം നമുക്ക് എഴുതാം. മൊത്തം എണ്ണം എത്ര ആണോ അത് താഴെ എഴുതുക, അതിൻ്റെ എല്ലാം ഓരോ ഭാഗങ്ങൾ, മൊത്തം എണ്ണം എഴുതുക, അതിൻ്റെ എല്ലാം ഓരോ ഭാഗങ്ങൾ. സംശയമില്ലല്ലോ. ഇനി ആ 1/2-വിനെ നമുക്ക് ഏതെല്ലാം തരത്തിൽ എഴുതാം. ആ 1/2-ൻ്റെ അതേ വാല്യൂ തന്നെയാണ് 2/4-നും, അതേ ഇത് തന്നെയാണ് 3/6-ഉം. മനസ്സിലായോ. ഇതിനെയാണ് കറക്റ്റ് ഇക്വലൻ്റ് ഫ്രാക്ഷൻ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. എന്താ നിങ്ങളെ, ഇക്വലൻ്റ് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ എന്താണ് ഈ ഇക്വലൻ്റ്, ഇത് അതിലും എളുപ്പം ഞാൻ പറയാം, ഈക്വലൻ്റ് ഫ്രാക്ഷൻ കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കണേ, ടെസ്റ്റിലെയാണ്. ഇഫ് വി മൾട്ടിപ്ലൈ ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എനി ഫ്രാക്ഷൻ ഓഫ് ദ സെയിം നമ്പർ വി ഗെറ്റ് ആണ് ഈക്വലൻ്റ് ഫ്രാക്ഷൻ. ഏത് ഭിന്നസംഖ്യയുടെയും അംശത്തെയും ഛേദത്തെയും ഒരേ എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ആ ഭിന്നസംഖ്യയുടെ തന്നെ ഒരു രൂപമാകും എന്നാണ്. ഇത് നിങ്ങൾ ബോക്സിലിട്ട് എഴുതണം കേട്ടോ, നിങ്ങളുടെ ടെസ്റ്റിലുള്ളതാണ്. ഇനി ഇതുവരെ ഉള്ളതൊന്നും അഥവാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പം ഞാൻ പറയാം കുഞ്ഞുങ്ങൾ. ഏതാണ്ട് ഇപ്പം ഞാൻ പറയാം 2/3 ഇതിൻ്റെ ഇക്വലൻ്റ് ഫ്രാക്ഷൻ. CBSE-ക്കൊക്കെ ഉള്ളതാണ് കുഞ്ഞുങ്ങളെ. ഇക്വലൻ്റ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ തുല്യ ഭിന്നസംഖ്യകൾ എഴുതാൻ. എന്താണ് തുല്യ ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഇക്വലൻ്റ് ഫ്രാക്ഷൻ എഴുതാൻ. അപ്പോൾ എന്താണെന്നറിയോ, ഈ സംഖ്യയെ ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യകൾ സെയിം നമ്പർ വെച്ച് തന്നെ. ഇപ്പം ഞാൻ പറയുക, ഞാൻ ഇതിനെ 1 വെച്ച് ചെയ്തു, പിന്നെ ഞാൻ ഇതിനെ തന്നെ 2 വെച്ച് ചെയ്തു. കണ്ടോ, ഒരേ സംഖ്യ വെച്ച് ചെയ്യാം. ആ സംഖ്യയെ ഞാൻ 3 വെച്ച് ചെയ്തു. ഇനി ആ സംഖ്യയെ ഞാൻ 4 വെച്ച്, എന്ന് വെച്ചാൽ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. 1 × 2 2, 1 × 3 3,
കണ്ടോ 2 ഇൻറ്റു 2 4, 3 ഇൻറ്റു 2 6, 2 ഇൻറ്റു 3 എന്ന് വെച്ചാൽ 2 3 6, 3 ഇൻറ്റു 3 3 ഇൻറ്റു 3 9, 2 ഇൻറ്റു 4 8, 3 ഇൻറ്റു 4 12. മനസ്സിലായോ? ഇങ്ങനെ കിട്ടും. അതായത് മുമ്പ് ഞാനൊരു എളുപ്പവഴി പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ, നോക്കി ഇവിടെ കിട്ടിയ ആൻസർ എല്ലാം കൂടെ ഞാൻ ഇവിടെ പറക്കട്ടെ. അതെ 2 3, 4/6, 6/9, 8/12, ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. നിങ്ങൾ നോക്കിയേ മുകളിൽ ഇത് നമുക്ക് ചോദ്യം ഏതാ തരുന്നത് വെച്ചാൽ 2 മുകളിലായപ്പോൾ 2ൻ്റെ ടേബിള് അങ്ങോട്ടങ്ങ് പോയാൽ മതി. 2ൻ്റെ ടേബിള് താഴെ 3 ആയപ്പോൾ 3ൻ്റെ ടേബിള് അങ്ങോട്ട് എഴുതിയാൽ മതി. ഇപ്പം പിടി കിട്ടിയോ? എളുപ്പവഴിയല്ലേ? ആണോ കുഞ്ഞുങ്ങളെ? ഒരെണ്ണോടെ ഞാൻ പറയാം. ഇപ്പോൾ 5/6 എന്ന് പറയുക അല്ലേ? 5/6 ഇതിൻ്റെ ഈക്വലൻ്റ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ തുല്യ ഭിന്നസംഖ്യകൾ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണം? ആദ്യം 1 വെച്ച് ചെയ്യണം, പിന്നെ ആ സംഖ്യ എന്താ 2 വെച്ച് ചെയ്യണം, പിന്നെ അതേ സംഖ്യയെ എന്താ 3 വെച്ച് ചെയ്യണം. കണ്ടോ? അതേ സംഖ്യയെ നമുക്ക് എന്താ 4 വെച്ച് ചെയ്യാം. എന്ന് വെച്ചാൽ മുകളിൽ ഏത് സംഖ്യയാണോ എടുക്കുന്നത് അത് തന്നെ താഴെ വെച്ച് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ കുഞ്ഞിലെ 1 5 5, 1 6 6, 2 5 10, 2 6 12, 5 3 15, 6 3 18, 5 4 20, 6 4 24. ഇപ്പം മനസ്സിലായോ? നമ്മളൊന്ന് എഴുതി നോക്കിയേ. 5/6, 10/12, 15/18, 20/24. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം. നോക്കി 5ൻ്റെ ടേബിളല്ലേ മേളിൽ പോയേക്കുന്നത്, 6ൻ്റെ ടേബിളല്ലേ താഴെ വന്നേക്കുന്നത്. ഇപ്പോൾ പിടികിട്ടിയോ? ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കുക, അതിൻ്റെ ടേബിൾ എഴുതുക എന്ന് വെച്ചാൽ ചാടിക്കയറിയില്ല, മുകളിലും താഴെയും ഒരേ നമ്പർ തന്നെ വരണം കേട്ടോ. മുകളിലും താഴെയും ഒരേ നമ്പർ തന്നെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇക്വാലൻ്റ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ തുല്യ ഭിന്നസംഖ്യകൾ. ഇപ്പോൾ പിടികിട്ടിയോ നിങ്ങളെ? ഏതൊരു ഭിന്നസംഖ്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രാക്ഷനെയാണ് അല്ലേ? ഇപ്പോൾ 4/8 എന്ന് പറയുന്നൊരു ഭിന്നസംഖ്യയെ അതിൻ്റെ അംശത്തെയും ന്യൂമറേറ്ററിനെയും അതിൻ്റെ ഛേദത്തെയും അതായത് ഡിനോമിനേറ്ററിനെയും ഒരേ എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ആ ഭിന്നസംഖ്യയുടെ തന്നെ രൂപമായിരിക്കും കിട്ടുന്നത് കേട്ടോ. അതായത് ഈ 5/6ൻ്റെ അതേ വാല്യൂ തന്നെ ആയിരിക്കും 10/12നും 15/18നും ഒക്കെ കിട്ടുന്നത്. 2/3യുടെ അതേ ഇത് തന്നെയാണ് ഇങ്ങനെ കണ്ടോ. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും എഴുതിക്കൂടായോ? ചിലപ്പം ഈ CBSEക്കൊക്കെ ഇതിൻ്റെ ഒരു 5 ഇക്വലൻ്റ് ഫ്രാക്ഷൻ എഴുതാൻ കേട്ടോ, അല്ലെ 8 എണ്ണം എഴുതാനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതെന്താണെന്നാണ് പഠിച്ചു വെച്ചേക്കുന്നത്. ഇപ്പം പിടികിട്ടിയോ നിങ്ങൾ? എളുപ്പമാണോ? ഇത് ടെസ്റ്റിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ. അപ്പം അതായത് പിന്നെ നോക്കട്ടെ കുഞ്ഞുങ്ങളെ. ഇപ്പം 50/100 എന്ന ഭിന്നസംഖ്യയിൽ ചുവട്ടിലെ 100 എന്ന സംഖ്യ ആകെ എത്ര ഭാഗങ്ങളാക്കി മുറിച്ചു എന്നതിനെയാണ് കാണിക്കുന്നത്. മുകളിലെ സംഖ്യയായ 50 എത്ര സമഭാഗങ്ങൾ എടുത്തു എന്നതിനെയും സൂചിപ്പിക്കുന്നു എന്നതാണ് കേട്ടോ. അതായത് നമ്മളോട് ചോദിക്കുക ഇപ്പം 50 നിങ്ങളുടെ ടെസ്റ്റിലെയാണ്, ഞാനത് ചുരുക്കി ഇതെല്ലാം അങ്ങ് പറഞ്ഞോ നിങ്ങളെ. 50/100 എന്ന് പറഞ്ഞാൽ 50 എന്ന ഭിന്നസംഖ്യയിലെ ഫ്രാക്ഷനിലെ ഈ ചുവട്ടിലെ 100 അതായത് ഡിനോമിനേറ്റർ 100 എന്ന് പറയുന്നത് നമ്മൾ എത്ര എണ്ണം ഉണ്ടെന്നാ അല്ലേ, എത്ര സമഭാഗങ്ങളായി മുറിച്ചു എന്നതിനെ കാണിക്കുന്നു. മുകളിലെ സംഖ്യ എത്ര സമഭാഗങ്ങൾ എടുത്തു എന്നതിനെ സൂചിപ്പിക്കുന്നു അല്ലേ. നമുക്ക് ഇപ്പം 100 എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം 100 എണ്ണം ഇങ്ങനെ നമ്മൾ 1 2 3 4 5 6 ഇങ്ങനെ 100 എണ്ണം വരച്ചു പോവാം അല്ലേ. മൊത്തം എത്ര ഉണ്ടെന്ന് കാണിക്കാനാണ് താഴെ 100. ഇനി നമ്മളിപ്പോൾ കളർ കൊടുത്താണ്ട് ഷെയ്ഡ് കൊടുത്തെന്ന് വെച്ചോ. ഇനി അത് ഞാൻ 50 എണ്ണത്തിന് ഞാൻ ഷെയ്ഡ് കൊടുത്തു. അപ്പോൾ അത് ഷെയ്ഡ് കൊടുത്തു അല്ലെങ്കിൽ എത്ര എണ്ണം എടുത്തു എന്നതിനെ കാണിക്കുന്നതാണ് മുകളിൽ കൊടുത്തിരിക്കുന്നതെന്ന്. അത് നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ പഠിച്ച തുല്യ ഭിന്നസംഖ്യകൾ അംശവും ഛേദവും അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്നാൽ എന്തെന്നൊക്കെ എളുപ്പവഴി ഞാൻ പറഞ്ഞു അല്ലേ. പിന്നെന്താ പറയുന്നത്? പിന്നെ പടം വരച്ചിട്ട് മുമ്പ് നമ്മൾ വരച്ച് കാണിച്ചില്ലേ, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഒരുപാട് പറയുന്നുണ്ട്. ഇനിയും കണ്ടോ. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഈക്വലൻ്റ് ഫ്രാക്ഷൻ കാണിച്ചില്ലേ കുഞ്ഞുങ്ങളെ, നമ്മൾ എളുപ്പവഴി ടേബിൾ വെച്ച് എഴുതിയാൽ മതി എന്നൊക്കെ നമ്മളോട് പറഞ്ഞില്ലേ. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഇത് കയറുന്നതിന് മുമ്പേ ഇത് ഈക്വലൻ്റ് ഫ്രാക്ഷൻ എന്നുള്ളത് 1/2 എന്ന് പറയുന്നത് 2 1/4. ഇപ്പോൾ 1/2 എന്ന് പറയുന്നത് 2 1/4 ചേർന്നതാണ്
അല്ലേ? 1/2 എന്ന് പറയുന്നത് 2 1/4 ചേർന്നതാണ് ആണല്ലോ കുഞ്ഞുങ്ങളെ. 1/2 എന്ന് പറയുന്നത് 3 6 ചേർന്നതാണ്. ഇല്ല, മനസ്സിലായോ? അത് മനസ്സിലാക്കണേ. ഞാൻ ഒരുപാട് ഇതായിട്ട് പറഞ്ഞെങ്കിൽ 1/2 എന്നത് എന്താ? 1/2 എന്ന് വെച്ചാൽ പകുതിയല്ലേ കുഞ്ഞുങ്ങളെ? ഹാഫ് എത്ര? 4 1 2 3 4 1/8 ചേർന്നതാണ് കേട്ടോ. അപ്പോൾ അതിനെ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയണം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് അന്നേരം മനസ്സിലായില്ലെങ്കിലും ഇക്വിവാലൻ്റ് ഫ്രാക്ഷനാണ് കുഞ്ഞുങ്ങളെ. എന്താ? മുകളിൽ നോക്കിയാൽ 1 2 3 4 5 6, താഴെ 2 2ൻ്റെ ആകുമ്പോൾ 2 4 6 8. ഈ ക്ലൂ അറിഞ്ഞാൽ മതി കേട്ടോ. ഒരു എളുപ്പവഴി പറഞ്ഞതേ ഉള്ളേ കേട്ടോ. അപ്പോഴാണെങ്കിലേ ഓക്കെ കുഞ്ഞുങ്ങളെ, ഇത് മുതൽ ഞാൻ പാർട്ട് 2 ഇടാം. അത് ഈക്വലൻ്റ് ഫ്രാക്ഷൻ വരെ ഓക്കെ ആണല്ലോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യണേ. കമൻറ്റ് മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ. നിങ്ങൾ കമൻറ്റ് പറയുന്നതേ ഇല്ല കേട്ടോ. എൻ്റെ കമൻറ്റ് ബോക്സ് അനങ്ങുന്നതേ ഇല്ല. നിങ്ങൾ പറയണേ, എന്തായാലും മനസ്സിലായാലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.